വളരെയേറെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഈ ഭാഷാ പണ്ഡിതന്മാരായ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ഒരു ഉൽക്കയായി മാത്രം രഹസിക്കുന്ന എനിക്കും ഈ സന്ദർഭത്തിൽ ഒരു ആദരവ് നൽകിയ ദക്ഷിണയ്ക്കും വിശിഷ്യ രാജേന്ദ്ര സാറിനും അകലവും നന്ദിയെ ആദ്യമായി രേഖപ്പെടുത്തിക്കൊടുത്ത് വെറും 10ാം ക്ലാസ് മുതൽ ഗുസ്തിയുമായാണ് ഞാൻ ചെന്നൈയിലേക്ക് വന്നത്. എന്നെ ആദരിച്ച് ഈ നിലയിലേക്ക് എത്തുന്നതിനുള്ള പങ്ക് എല്ലാ മലയാളി ഗുരുക്കന്മാർക്കുമുണ്ട്. ഞാൻ ഇവിടെ ആയുർവേദം പഠിക്കാനായിട്ട് വന്നതാണ്. ആ സമയത്ത് എനിക്ക് മലയാളവുമായുള്ള ബന്ധം എൻ്റെ പൈതൃകമായി എൻ്റെ അച്ഛനോട് കിട്ടിയിട്ടുള്ള കവിതാവാസന, കുറച്ച് സംസ്കൃത പദ്യങ്ങൾ മാത്രമേ എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശ്ലോകം പഠിച്ചാൽ ഇങ്ങനെയാണ് കവിയാവുക എന്ന് ചോദിക്കും. 1000 ശ്ലോകം പഠിച്ചാൽ അര കവിയാവും എന്നാണ് പ്രമാണം. ഞാൻ 4000-ലേറെ ശ്ലോകം പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ എത്ര പങ്ക് കവിയാണെന്നാണെന്നുള്ള അഭിമാനം എനിക്കുണ്ട്. പിന്നെ ആ കാലത്ത് പഠിക്കുന്ന കാലത്ത് എനിക്ക് പല ഗുരുഭൂതന്മാരായിട്ടും ബന്ധമുണ്ടായി, സൗഹൃദമുണ്ടായി. അതിൽ പ്രധാനമായിട്ട് പ്രസിഡൻസി കോളേജിലുള്ള പ്രഭാകരൻ മാഷ്, പ്രൊഫസർ യൂണിവേഴ്സിറ്റിയിലെ പ്രഭാകരൻ വലിയതല്ല, പ്രഭാകരൻ മാഷ് ഞാൻ ഓർക്കുന്നു. പിന്നെ എം ഗോവിന്ദൻ, അതുമായുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ ആ കാലത്ത് എനിക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. പ്രഭാകരൻ മാഷാണ് എനിക്ക് ആദ്യമായി ഞാൻ ഭഗവത്ഗീത കുറച്ച് മലയാളത്തിലേക്ക് കാണിച്ച് അദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി ഒരുപാട് കാലം മുമ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും നമുക്ക് ആവശ്യമുണ്ടാവും ഡോക്ടർ, നിങ്ങളൊന്നും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് പ്രയോജനമായിരുന്നു. മലയാളത്തിലേക്ക് ഞാൻ ഭഗവത്ഗീത മുഴുവൻ പദ്യരൂപേണ ചെയ്തിട്ടുണ്ട്. അഭിമാനപൂർവ്വം ഇവിടെ ഒരുപാട് നേരം ഞാൻ എൻ്റെ കഴിവുകൾ മാത്രം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നില്ല. എനിക്ക് തന്നിട്ടുള്ള എല്ലാ സഹകരണങ്ങൾക്കും ഇവിടുത്തെ ദക്ഷിണയ്ക്കും ഈ കുമാരനാശൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഇത്തരമൊരു ആദരം സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായതിൽ എല്ലാവരെയും ഞാൻ ശിരസാവണി എൻ്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലുള്ള ഇനിയുണ്ടല്ലോ, നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ആദരവും എനിക്ക് ഇനിയും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.